പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്. സ്വയംപ്രഭായോഗിനി ശ്രീരാമനെ സ്തുതിക്കുന്നു. യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാൾ അതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ചസംയുതം നത്വാ മുഹുർമുഹു സ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ. കാൺമതിനായിക്കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗത്പതേ ശ്രീപതേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപസന്ദർശനാർത്ഥം തപോബലം അദ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായൊരു ഭവന്തം നമസ്യാമി, വേദ്യനല്ല ആരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തം അലക്ഷ്യം ആദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്ക് ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യ അമരൗഘമർത്ഥിക്കയാൽ. ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിത് പുരുഷനറിയും സുഹൃതിനാം. രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണാതവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷീകദർശനം കേവലം. ജന്മമരണഭേദാനാം അദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ല എന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവർത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണം ഈശാനം ആദിമധ്യാന്തവിവർജിതം സർവത്ര. മന്യേ സമം ചരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞ് ആർക്ക് അറിഞ്ഞിടാവൂ. മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം. ചിത്തെ നിരൂപിക്കൽ എന്തറിയാവതും. ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാത്മാവാം ഭവാൻ അവസ്ഥാന്തരേ. ദേവതിര്യങ് മനജാതികളിൽ ജനിച്ച് ഏവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും. നിൻ മഹാമായാവിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും തൽക്കഥാ പീയൂഷപാനസിദ്ധിക്കെന്ന് ചൊല്ലുന്നിത് ചിലർ. മറ്റും ചിലരിഹ ചൊല്ലുന്നിത് ഭുവി കോസലഭൂപതി തന്നെ ഘോര തപോബലസിദ്ധയേ. നിർണയം എന്ന് ചിലർ പറയുന്നത് കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്ക് എന്നിത് ചിലർ. സ്രഷ്ടാവതാൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിത് നിർണയം. പൃഥ്വിയിൽ എന്ന് ചിലർ പറയുന്നത് ഭൂപാലപുത്രനായി വന്നു പിറന്നിത് ഭൂഭാരനാശത്തിന് എന്നിത് ചിലർ. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിത്. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോട് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ
എന്നു ചൊല്ലുന്നിത് ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവതുമല്ല മേ. യാതൊരുത്തൻ കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവന് നിൻ പാദപങ്കേരുഹം. ത്വന്മഹാമായ ഗുണബദ്ധനാകയ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണമറിഞ്ഞിടുന്നത്, എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതും അഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവമുഖ്യ കവികുലസേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയം വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോട് അരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ട് എന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലുനി എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കലും ത്വത്പാദഭക്തിക്ക് ഇളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദഭക്തഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിൽ എപ്പോഴും ഉണ്ടാകുകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായക മാനസേ. രാമരാമേതേ ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണം എൻ മാനസം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടക കടിസൂത്ര ഹാരമകര മണിമയകുണ്ടല നൂപുരഹേമാംഗദാദി വിഭൂഷണ ശോഭിതരൂപം വസിക്യമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ, പറ്റായക ദുസ്സംഗം ഉള്ളിലൊരിക്കലും. ശ്രീരാമദേവൻ അതു കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്കാ നിനക്കു മഹാഭാഗേ ദേവി നീ പോകാപതിര്യാശ്രമസ്ഥലെ. തത്രൈവ നിത്യം എന്നെ ധ്യാനവും ചെയ്ത് മുക്ത്വാ കളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലെ. തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വാ രഘുത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലെ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിത് അവ്യയം. അംഗദാദികൾ സംശയിക്കുന്നു എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. മാസം 1 കഴിഞ്ഞു. സീതയെ കണ്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചു ചെന്നാൽ സുഗ്രീവൻ വധിക്കും. അതുകൊണ്ട് എന്തു വേണമെന്ന് അവരാലോചിക്കുന്നു. മർക്കടസഞ്ചയം ദേവിയയാരാഞ്ഞ് വൃക്ഷസണ്ടേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞത് എന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പൊക്ക് ഉഴന്നു നടന്ന് നാം ഏതുമറിഞ്ഞില്ല വാസരം പോയതും. പാതാളമുൾപ്പൊക്ക് ഉഴന്നു നടന്ന് നാം ഏതുമറിഞ്ഞില്ല വാസരം പോയതും. മാസം അതീതമായി വന്നിത് നിർണയം ഭൂസുതയെ കണ്ട് അറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിൽ എന്നുമേ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കും അതിനിൽ ഒരന്തരം. എന്നിൽ അവനൊരു സമ്മതമെന്നുള്ളത്
എന്നെ രക്ഷിച്ചത് രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെലുകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോട് സമാനയാകും നിജഭ്രാതാവ് തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ. പാപി ദുരാത്മാവിന് എന്തരുതാത്തതും. തത്പാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ, ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുക എന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ച് അൻപോട് ചൊല്ലിനാർ മിത്രഭാവത്തോട് സത്വരം. ദുഃഖിക്കരുത് ഒരു ജാതിയും ഇങ്ങനെ, രക്ഷിപ്പതിനുണ്ട് ഞങ്ങൾ അറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിൽ അകമ്പൊക്കു, നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യസമന്വിതമായൊരു ദിവ്യപുരം അതു ദേവലോകോപമം. ആരാരുമില്ല ഒരു നാളും ഭയം സഖേ, താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോടിവണ്ണം കപികുലപുങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയഗോപിതൻ വാതജൻ അംഗദനെ തഴുകിപ്പറഞ്ഞീടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം, അന്ധകാരങ്ങൾ നിനയായവിൻ ആരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടേ താരാസുതൻ എന്ന തന്മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ട്, അതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയെക്കാളതിപ്രിയൻ നീ, തവ സാമർഥ്യവും തിരുവുള്ളത്തിൽ ഉണ്ടെടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാം, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലം ഉള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജനന്ദന കേളിതം ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തൻ. അജ്ഞാനികൾ വാക്കുകേട്ട് ഏതും ഭ്രമിക്കൊല. ഹാനി വരായുവാൻ ഗുഹയിൽ വസിക്കുന്ന വാനരൗഘം പറഞ്ഞില്ലയോ ചൊല്ലുനി. രാഘവാസ്ത്രത്തിന് അഭേദ്യമായി ഒന്നുമേ ലോകത്രയത്തിങ്കലില്ല എന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു, ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്ത് വന്നെടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീതഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ഛൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിന് കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അമ്പോടു ചൊല്ലുവൻ കേൾക്കനി. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ. നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു. ജായാ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നത് ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ. ശേഷൻ ജഗത്സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറഞ്ഞത് അയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിൽ ആർത്തപരായണൻ. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ. വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്ന് ഇങ്ങ് അവതരിച്ചിടിനാൻ. ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ്സു ചെയ്ത് ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു. മാധവൻ തന്നുടെ പാരിഷദന്മാരുടെ
പദം തന്നത് ഇപ്പോഴും പരിചരിച്ച് ഇനിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടത് ഏതുമില്ല എന്ന് അറിഞ്ഞിടു നീ. അംഗദനോട് ഇവണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലിപ്പരതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു. കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം പുക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുത. ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ജയം. വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായ അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിത് അന്യോന്യം എന്തിനി ചെയ്വത് സന്തതം ഓർക്കനാം. ഗഹ്വരം ബുക്കു പരിഭ്രമിച്ച് എത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞത് മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടിയില്ല കുത്രചിത്ത്. സുഗ്രീവനും തീക്ഷ്ണദണ്ഡനത്രേതുലും നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യോ ഭവിപ്പത്. മുക്തിക്കുന്നല്ലോ നമുക്ക് പാർത്തോളം എന്ന് ഇത്തം നിരൂപിച്ചുറച്ചു കപികുലം. ദർഭ വിരിച്ചു കിടന്നിത് എല്ലാവരും. സമ്പാദിയുടെ വാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വർദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധര പ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കം കപികളെ തുഷ്ട്യാ പറഞ്ഞത് ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്രസ്തരായി അന്യോന്യമാശു ചൊല്ലിയിടിനാൻ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങും എല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായത് കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകെ തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മ ഓർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ട് അവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥം ആശു മരിച്ചവൻ ചേരുമാറായത് രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചത് പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചത് കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാർ ഇന്ന് ജടായു എന്നിങ്ങനെ. നിങ്ങൾ ആർ എന്തു പറയുന്നത് അന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായക ഏതുമേ. ഉംബർകോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദി തന്നെ മുമ്പിലാം മാറുചെന്ന് അംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിത് കാനനം താതാജ്ഞയാപുരാം. കട്ടുകൊണ്ടീടിനാൻ തത്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ് അക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ. അക്ഷണദാചരനോടു ജടായുവാം
പക്ഷിപ്രവരൻ. അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയറുത്താൻ. അതുനേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തം ഒക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞ് എന്നുമേ നിന്നുടെ മൃത്യുവരായിക എന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചത് ഭാഗ്യവാൻ. അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിത് ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ 4 പോക എന്ന യച്ചിത്. ലക്ഷം കപിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നീടായെങ്കിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളം ഉൾപ്പുക്കു വാസരം പോയതും ഏതുമറിഞ്ഞില്ല ഞങ്ങൾ. അതുകൊണ്ട് ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന്. അപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ട് നീയെങ്കിലും സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ എങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദ്യം ആരൂഢമോദം അവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്ക് ജടായു, ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായി ഉദകക്രിയയ്ക്ക് എന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർമാദികൾ, നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവൻ ആശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധി തീരത്തു വെച്ചിടിനാർ. ആദരാൽ തത്സലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകകാനനെ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരം 100 യോജനയുണ്ട്. അത് നേരെ നമുക്ക് കാണാം ഗൃധ്രനാകയാൽ. സാമർഥ്യമാർക്കത് ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം, ഏതൊരു ജാതിയും ഭക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശുപോയി. രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ, രാവണൻ തന്നെയും നിഗ്രഹിക്കും. ക്ഷണാൽ ഏവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം 100 യോജന വിസ്തൃതം, യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞ് ഉടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും. തമ്മിൽ നിരൂപിക്കണം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൾ. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പറന്നിത് മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡലപര്യന്തം ഉത്പതിച്ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ. തത്ക്ഷണേ തീയം പിടിച്ചത് അനുജന് പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിന് ഉടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിത് ഭൂമിയിൽ.
പക്ഷദ്വയത്തോടു വീണാൻ അനുജനും. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്രശിരസി വീണീടിനേൻ, അന്ധനായി 3 ദിനം കിടന്നീടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്ത് കാണായത് ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു, വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ. ചെന്നേൻ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിന് പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട്, പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിന്, എന്തുമൂലം ഇതാഴാലകപ്പെട്ടതും. എത്രയും ശക്തനായൊരു നിനക്കിന്ന് ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ. എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെ എങ്കൂപ്പിത്തൊഴുതു ചോദിച്ചത്, സന്നമായി വന്നു ചിറകും ദയാനിധേ, ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഇന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ. എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളിച്ചെയ്തു, സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വനി, ദേഹം നിമിത്തമീ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം, ദേഹത്തിലുള്ളൊരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാത് അഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളൊരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോന്ന് അഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപ്പിണ്ടവത്സദ. തേന ദേഹത്തിന് താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധി ഉണ്ടായി വരും. ആഹന്ത നൂനമാത്മാവിന് മായയാ. ദേഹോഹം അജീവ കർമ്മകർത്ത അഹം ഇത്യാഹന്ത സങ്കൽപ്യ. സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു. അംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ച് അതിതാൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം, സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ. മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ളവീഴും അധോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ എന്തുതൻ മണ്ഡലെ ചെന്നു പതിച്ചു നീഹാരസമേതനായി. ഭൂമൗ പതിച്ചു ശാല്യാദികളായി ഭവിച്ച് ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞ് അതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാം. ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം. പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും അതിന്. അത് മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരും. ആശുതസ്യാം അങ്കുരോത്പത്തിയും വരും. പിന്നെ ഒരു 25 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും. 5 മാസം കൊണ്ട് ഷഷ്ഠമാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം. കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഢ്ര ഉപസ്ഥ നാഭിപായുക്കളും. 7 മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു
ശിരഃകേശരോമങ്ങൾ. അഷ്ടമേ മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരെ. 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കം വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും. അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനെ നാഭിസൂത്ര അൽപരന്ധ്രേണ മാതാവിനാൽ സാക്ഷേപമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം. മുഹുർമൃത്യുവരാ നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവന്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞത്. നിത്യകുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമായി ആർജിച്ചത് അന്വഹം. വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചീല ഒരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നത്. ഇപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്ന് ബാഹ്യസ്ഥലേ കൽപ്പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കുകയില്ല ഞാൻ എന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവസ്തുതി തുടങ്ങിയിടിനാർ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ. ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാ സഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലെ ഇരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്ന് ആത്മജ്ഞാനിയായി വാഴുക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മം ആനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം. സച്ചിന്മയം സകലാത്മകം ഈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹം അകലുമെല്ലാവനും. പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗ ബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ഡരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്ന് തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാം. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കവികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോട് വാനരർക്കെത്തും ഒരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പൊത്തനായി എന്നെ വിചിത്രമേ
നന്ന് എത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ല എന്നുമേ. ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലത് മേന്മേൽ വരേണമേ നിങ്ങൾക്ക്, കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമ സ്മൃതി കൊണ്ട് സംസാരവാരാനിധിയെ കടക്കുന്നിത് ഏവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ല ഒരു ജാതിയും എന്നു പറന്നു മറഞ്ഞിത് അത്യുന്നതനായ സമ്പാതി വിഹായസാ. 100 യോജന കടൽ എങ്ങനെ താണ്ടാം എന്ന് വാനരന്മാർ തമ്മിൽ ആലോചിക്കുന്നു. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യം ആശ പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാർ എങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ശക്രതനയ തനൂജനാം അംഗദൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ച് ഇങ്ങു വന്ന് എന്നോടൊരുത്തൻ പറയണം, ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദനിങ്ങനെ ചെന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാർ ഏവരും. ഒന്നും പറഞ്ഞില്ല ഒരുത്തരും. അംഗദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം, പ്രത്യേകമുച്യതാം ഉദ്യോഗപൂർവകം. ചാടാം എനിക്ക് 10 യോജന വഴി, ചാടാം 20 എനിക്കെന്നൊരു കവി, 30 ചാടാം എനിക്കെന്ന് അവരനും, അപ്പടി 40 എന്നു മറ്റേവനും, 50, 60, 70 എന്നും 80 ചാടാം എനിക്കെന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ല ഏകനെന്ന്. അർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ല ഇക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചെന്നനായി 3 അടിയായി അളക്കും വിധവും. യൗവനകാലെ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തു വെച്ചിടിനേൻ. വാർദ്ധകഗ്രസ്തനായേൻ ഇതാനീം, ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകൾ ഓർത്തോളം അത്ഭുതം എത്രയും. ഇത്തം അജാത്മജൻ ചെന്നതു കേട്ട് അതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാം എനിക്കെന്ന നിർണയം, ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ട് ഭവാന് ഇതിനെങ്കിലും. ഭൃത്യജനങ്ങൾ അയക്കയില്ല എന്നുമേ, ഭൃത്യരിലേഖനുണ്ടാം എന്നതേ വരൂ. ആർക്കുമേയില്ല സാമർഥ്യം, അനശനം ദീക്ഷിച്ചു തന്നെ മരിക്കുന്നല്ലൂവയം. താരേയൻ ഏവം പറഞ്ഞോരനന്തരം സാരസംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്ത് ജഗത് പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഏതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്ന് കളകയോ. കണ്ടിയില നിന്നെ ഒഴിഞ്ഞ് മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു
സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ. പിന്നെ വാതാത്മജനാകയുമുണ്ട്, അവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്ന താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായി അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായി അവനിയിൽ അഞ്ജസാജാതനായി വീണനേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിത് മനസ്സെ. ചണ്ഡകിരണൻ ഉദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്വമെന്നോർത്ത് ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി. പുക്കിത് പാതാളമപ്പോൾ ത്രിമൂർത്തികൾ 33 വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്വമില്ല മൃതിയെന്ന് കൽപ്പിച്ചതിന് ഇളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ, നാംന അനുമാൻ ഇവനെന്ന് സാദരം. വജ്രം അനുവിങ്കലേറ്റ് മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നത് രാഘവൻ അങ്കുലീയം, അതും എന്തിനെന്നോർക്കനി. ത്വൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിങ്കൽ ആർക്കും ആമല്ലടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനും ഉത്ഥായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറ് ഒന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടും ഒടുക്കി ഞാൻ. ദേവിയെയും കൊണ്ടുപോരും അവനിപ്പോഴേ. അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്ത് കരത്തിലാക്കിക്കൊണ്ട് രാമാന്തികെ വെച്ചു കൈതൊഴുതിയിടുവൻ. രാമാങ്കുലീയം എൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ, രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം. നിഗ്രഹിച്ചിടും ശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായക കല്യാണം ഭവിക്കതെ. മാരുതദേവനും ഉണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോട് ഇരുന്നിത് അക്കാലമേ. കിഷ്കിന്ധാകാന്ഡം ഇവിടെ അവസാനിക്കുന്നു. പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്.